ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ ഈ മാസം ഓഗസ്റ്റ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാൻ പോകുന്ന 40 താരങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറയുന്ന പോലെ ഈ പറയുന്ന താരങ്ങൾക്ക് മറ്റേ മാസ്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, അഗ്നിപരീക്ഷയിലേക്ക് ഞാൻ എത്തുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ആങ്കർ ആയിരുന്നു, ബിഗ് ബോസ് ആണ് എൻ്റെ ലക്ഷ്യം, ഞാനൊരു വീട്ടമ്മയാണ്, ബിഗ് ബോസ് ആണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് അഗ്നിപരീക്ഷയുടെ സെറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ സെറ്റൊക്കെ ഒരുക്കുന്ന വീഡിയോസൊക്കെ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ അവർ പുറത്തൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്, സെറ്റ് എങ്ങനെയായിരിക്കും, ഈ പറയുന്ന ജഡ്ജസ് ആരൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കണ്ടസ്റ്റൻസിന്റെ ഓരോരോ വീഡിയോസും ഒക്കെ കാണുന്ന സമയത്ത്, അതായത് മാസ്ക് വെച്ചിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ എന്താണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഫെമിലിയർ ആയിട്ടുള്ളവരൊക്കെ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ആങ്കർ ആയിട്ട് നിൽക്കുന്നവര്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയുന്ന രീതിയിലുള്ള ഫെമിലിയർ ആയിട്ടുള്ള പേജും ഒക്കെ ഉള്ളവര്, ഈ പറയുന്ന യൂട്യൂബേഴ്സ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ ഒത്തിരി പേര് അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന വീട്ടമ്മമാര്, ഈ പറയുന്ന സാധാരണപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്ന വ്യക്തികളും അഗ്നിപരീക്ഷയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. 40 പേരാണ് എത്തുന്നത്. ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഏകദേശം 8-ാം തീയതി ആയിട്ടുണ്ട്. ഇന്ന് തന്നെ ഏകദേശം ഒരു 5-6 പേരുടെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് എത്ര പേര് ഈ പറയുന്ന അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കുന്നുണ്ടോ ഒട്ടുമിക്ക എല്ലാവരുടെയും വീഡിയോസ് ഏഷ്യാനെറ്റ് പുറത്തു വിടും. അതായത് മാസ്ക് വെച്ചിട്ടോ, നോർമൽ അല്ല, മാസ്ക് വെച്ചിട്ട്. അപ്പൊ എന്തായാലും അഗ്നിപരീക്ഷ പ്രോഗ്രാം ഓഗസ്റ്റ് 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെ ബന്ധപ്പെട്ട് അധികം വീഡിയോസ് ഇടാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വീട് പണി, അത് തന്നെയാണ് മെയിൻ. ഇപ്പൊ എല്ലാ വീഡിയോസിന്റെ ഫസ്റ്റ് പറയാറുണ്ട്, വീട് പണിയൊക്കെ ആയിട്ട് നമുക്കധികം വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു വീട്ടിലാണ് വന്നിരുന്ന് റെക്കോർഡൊക്കെ ചെയ്യുന്നത്. അതും സമയം കിട്ടുമ്പോൾ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ ഈ മാസം ഓഗസ്റ്റ് 17-ാം തീയതി വീടിന്റെ പാലുകാച്ചിലാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് പുതിയ വീട്ടിലേക്കൊക്കെ മാറുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ വീട് പണി പ്രമാണിച്ച് എൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന മൈക്കൊക്കെ പോയി. അതൊക്കെ ഇനി പുതിയത് വാങ്ങണം. അപ്പം അതൊക്കെ വാങ്ങിയിട്ട് വേണം ഇനി പുതിയ പരിപാടിയിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 സെപ്റ്റംബർ 6-ാം തീയതി ആണെന്നുള്ള കാര്യം ഏകദേശം എല്ലാവരും അറിഞ്ഞു കാണും. ബിഗ് ബോസിന് ബന്ധപ്പെട്ട് വരുന്ന ഈ പറയുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിൻ്റെ ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നത് എന്നുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാം. ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഏകദേശം ബിഗ് ബോസ് മലയാളം സീസൺ 8-ലേക്ക് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന്റെ ബാനറിൽ എത്തുന്നത് ഏറെക്കുറെ ഇവരൊക്കെ തന്നെ ആയിരിക്കും. അത്യാവശ്യം കുറച്ചധികം പേരുണ്ട്. സീരിയലിൽ നിന്നും ഈ പറയുന്ന ഈ പ്രാവശ്യത്തെ രാഷ്ട്രീയമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിനെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് വ്യക്തികളും ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന പോലെ ഈ രാഹുൽ ഈശ്വർ, ഈ റിനിയാം ജോർജ്, അങ്ങനെയുള്ള കുറച്ചധികം വ്യക്തികൾ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേര് ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഇവരൊക്കെ ഉറപ്പായിട്ടില്ല, ഇവരൊക്കെ ഏകദേശം ആ ഒരു ലിസ്റ്റിൽ വരുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന അഗ്നിപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഷോ 21 എപ്പിസോഡായിരിക്കും. 21-ാം എപ്പിസോഡ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 6-ാം തീയതി ആയിരിക്കും. അതായത് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ വേദിയിൽ വെച്ചിട്ടായിരിക്കും അഗ്നിപരീക്ഷയിൽ നിന്ന് ആരൊക്കെയാണ് ഷോയിലേക്ക് സെലക്ട് ആയതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഷോ ഇപ്പോൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഏകദേശം 40 കണ്ടസ്റ്റൻസ് സെലക്ട് ആയിട്ടുണ്ട്. 40 കണ്ടസ്റ്റൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്ത് തന്നെ ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഷോ മുന്നോട്ട് പോകട്ടെ. ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ തന്നെ കൊണ്ടുവരും. ഈ പറയുന്ന അഗ്നിപരീക്ഷ കോമണർ എൻട്രി എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ അഗ്നിപരീക്ഷയിൽ ഈ പറയുന്ന കോമണേഴ്സ് മത്സരിക്കുമ്പോൾ ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന പോലെ അഗ്നിപരീക്ഷയിൽ നിന്ന് വരുന്ന കോമണേഴ്സ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ മത്സരിക്കാൻ പോകുന്നതെന്ന്.
പിന്നീട് ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വരെ ഉള്ള പോലെയല്ല, ഒത്തിരി മാറ്റങ്ങളും അതിലേറെ ഹൈപ്പുമായിട്ടാണ് സീസൺ 8 എത്തുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒത്തിരി മാറ്റങ്ങൾ ഈ ഒരു സീസൺ 8 വരും. അതുപോലെ തന്നെ ഈ പ്രാവശ്യം 21 എപ്പിസോഡുകളുള്ള അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ നമ്മൾ നോർമലി ബിഗ് ബോസിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് ഓരോരോ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു അഗ്നിപരീക്ഷ പ്രോഗ്രാമിൽ നിന്നും കോമണേഴ്സിനെ ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് പ്രൊസീജിയേഴ്സ്. ഈ പറയുന്ന അഖിൽ മാരാർ, നമ്മുടെ റിയാസ് സലീം ഒക്കെ അവരും സെലക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഈ പറയുന്ന പോലെ ബിഗ് ബോസിലേക്ക് അഗ്നിപരീക്ഷയിൽ നിന്ന് പങ്കെടുക്കും എന്നുള്ള കാര്യം ഏകദേശം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. ഈ പറയുന്ന ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലും ജഡ്ജസിൻ്റെ ആ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോമണേഴ്സ് അഗ്നിപരീക്ഷ എന്ന് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 ഡയറക്റ്റ് എൻട്രി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ. ഒത്തിരി വീഡിയോസൊക്കെ സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, ഒത്തിരി പ്രൊമോ വീഡിയോ വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള എക്സ് കണ്ടസ്റ്റൻസ് ഒത്തിരി പേര് അഗ്നിപരീക്ഷ ബന്ധപ്പെട്ടുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന സീസൺ 8 എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ എല്ലാ സീസണും കിട്ടിയതിനേക്കാളും ഓവർ ഹൈപ്പിലാണ് വരുന്നത്. ഈ പറയുന്ന പോലെ കോമണേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ഒരു പ്രോഗ്രാം, അതിലൂടെ ജനങ്ങളുടെ വോട്ട് വാങ്ങി സെലക്ട് ചെയ്യുന്ന വ്യക്തികളായിരിക്കും കോമണേഴ്സ് ആയിട്ട് എത്തുന്നത്. അങ്ങനെയുള്ള ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പം എന്തായാലും അടിപൊളി സീസൺ ആവട്ടെ, ഏറ്റവും മികച്ച ഒരു സീസൺ ആവട്ടെ. 40 കണ്ടസ്റ്റൻസ് ആണ്. ഇതിൽ നിന്ന് ഏകദേശം 5-6 പേരായിരിക്കും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 സെലക്ട് ചെയ്യപ്പെടുന്നത്. ഒരു 5-ലധികം കോമണേഴ്സിന് സെലക്ഷൻ കിട്ടുകയാണെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് സെലിബ്രിറ്റി വേഴ്സസ് കോമണർ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഒരു നോർമൽ സീസൺ പോലെ പോകാം. ഈ പറയുന്ന പോലെ രാഷ്ട്രീയം തീമായതുകൊണ്ട് തന്നെ ഒരു രാജ്യം രാജാവ് എന്നുള്ള രീതിയിലൊക്കെ വരും. പാർട്ടികളെ ബന്ധപ്പെടുത്തി ഒരിക്കലും ബിഗ് ബോസിൽ കൊണ്ടുവരില്ല. അത് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന രാഷ്ട്രീയം തീമായിട്ട് വരുന്ന സീസണുകളൊക്കെ മറ്റു ഭാഷകളിലുള്ള സമയത്ത് രാജ്യം രാജാവ് അങ്ങനെയുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സീസൺ 8 അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഈ പറയുന്ന പോലെ കോമണേഴ്സിനെ 5-ലധികം കോമണേഴ്സിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമണർ വേഴ്സസ് സെലിബ്രിറ്റി സീസൺ ആയിരിക്കും. അല്ലാത്ത പക്ഷം ഈ പറയുന്ന പോലെ രാജ്യം രാജാവ് എന്നുള്ള രീതിയിലുള്ള ഒരു സീസൺ ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ഈ ഒരു സീസൺ വരാൻ പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഇല്ല, ഏകദേശം പ്രൊഡിക്ഷൻ നമുക്ക് പറയാവുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്യാവശ്യം കൺഫർമേഷൻ ലിസ്റ്റാണ്. ഏകദേശം ഈ പറയുന്ന ഒരു 50% കൺഫേം ആക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഈ പറയുന്ന പോലെ കൺഫർമേഷൻ കണ്ടസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട്. സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിന് അത്യാവശ്യം കൺഫർമേഷൻ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കുന്നത്. അതൊരു പൂർണ്ണമായിട്ടും ഒരു അപ്ഡേറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 8 ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്